നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാമേട്ടൻ രാവിലെ അത്യാവശ്യമായി എങ്ങോട്ടോ പോകുന്നത് കണ്ട് ഞാൻ സാവിത്രിയുടെ മുറിയിൽ ചെന്നു. സാവിത്രി ഉറക്കോ, എഴുന്നേറ്റിട്ടില്ല. എന്റെ കുഞ്ഞിനെ ആ നെറുകെട്ടവള് കൊണ്ടുപോയി എന്താണാവോ ചെയ്തത് ഭഗവാനെ? അവൾ എന്തോ ഒരു ചതി നടത്തിയിട്ടുണ്ട്, അതുറപ്പാ. ഇവളെയൊക്കെ വിശ്വസിച്ച് ഇതിനകത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാ? അതൊക്കെ കൊച്ചുമകന്റെ സിമ്പതി. ഇവൾ എങ്ങോട്ടും പോവാതെ ഇതിനകത്ത് തന്നെ നിൽക്കുന്നത് എന്തൊക്കെയോ പ്ലാനോട് കൂടി തന്നെയാ. അതൊന്നും എത്ര പറഞ്ഞാലും ACPക്ക് മനസ്സിലാവുന്നില്ല. ഇവനിത് രാവിലെ എവിടെ പോയതാ? രാവിലെ എവിടെ പോയിരുന്നു? ഓഡിറ്റർ ഒന്ന് കാണാൻ പോയാമേ. ഇന്നലെ എങ്ങനെ സാവിത്രി ഉറങ്ങിയോ? അവളെന്തോ സ്വപ്നം കണ്ട കാര്യം പറയണോ? വേണ്ട. അവൾ ഉറങ്ങിയില്ലമ്മേ. വെളുപ്പിന് ഞാൻ ഒന്ന് മയങ്ങിയത്. രാത്രി മുഴുവൻ ഒരുമാതിരി പിച്ചും പേയും പറയായിരുന്നു. നീ ആ സാവിത്രിച്ചിട്ട് എന്തെങ്കിലും ചെയ്തോടി? ഞാനൊന്നും ചെയ്തില്ല. എനിക്കെന്താ കാര്യം? അവര് അമ്പലപ്പറമ്പിൽ വെച്ച് ആരുടെയൊന്നോ പായസം വാങ്ങിച്ചു കുടിച്ചു. പായസം അതിലായിരിക്കും പുതിയ പണി കൊടുത്തിരിക്കുന്നത്. ഏതോ പ്രേതബാധ കൂടിയതുപോലെ ആയിരുന്നു സാവിത്രിയുടെ പെരുമാറ്റം. അതിന് ചെമ്പകമംഗലത്ത് പ്രേതവും ബാധയൊന്നും ഇല്ലല്ലോ. വേണ്ടല്ലോ, മനുഷ്യപ്രേതങ്ങളുണ്ടല്ലോ. കരിമ്പനക്കാവ് ദേവീക്ഷേത്രത്തിന് പുറത്ത് പണ്ട് പട്ടാപ്പകൽ പ്രേതങ്ങൾ ഇറങ്ങിയിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ലത് ഇവളുടെ ദേഹത്ത് കയറിയതാണോ? വെറുതെ അന്ധവിശ്വാസം പറയല്ലേ രാജലക്ഷ്മി. ഇതൊന്നും അന്ധവിശ്വാസം അല്ല കൈമളേട്ട. ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാതെ തരവില്ല. കേട്ടോ രാമഭദ്ര, ഞാനൊരു ഐഡിയ പറയാം. എന്താമേ? തലപ്പാടി മൂസഹാജിന്ന് കേട്ടിട്ടുണ്ടോ? ആ, അറിയാം. ആ, വലിയ ബാധയൊക്കെ ഒഴിപ്പിക്കുന്ന ആ പള്ളിയുടെ അടുത്തുള്ള. ആ, അത് തന്നെ. അതെ, അദ്ദേഹം വലിയ പണ്ഡിതനാ. ആ, രാമഭദ്ര സാവിത്രിയും കൂട്ടി മൂസഹാജിയുടെ അടുത്തൊന്ന് പോ. പ്രേതബാധയാണെങ്കിൽ അദ്ദേഹം മാറ്റിത്തരും. ജോത്സ്യനും മന്ത്രവാദിയൊക്കെ ചെമ്പകമംഗലത്ത് നിന്ന് ഔട്ട്. ഇനി മുതൽ മൂസ ഹാജിയും ഹാദറൂട്ടിയൊക്കെ വരും. ആ, മീനാക്ഷി കൂടെ വരും. കുഞ്ഞിനെയും കൊണ്ടുവയ്ക്കും. അതെന്തിനാ അമ്മേ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകുന്നേ? കണ്ണീർ കിട്ടാതിരിക്കാനും കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും അവിടെ പോന്ന നല്ലതാ മോളെ. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. അദ്ദേഹം മാറ്റിത്തരും. ശരിയമ്മേ. മീനാക്ഷി, മോള് ചെന്ന് വേഗം കുഞ്ഞിനെ ഒരുക്ക്. ഞാൻ സാവിത്രി വിളിക്കാം. ശരി. ഇതൊരു സുവർണ അവസരമാണ്. ഈ അവസരം മുതലാക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.